സ്കൂൾ തുറന്ന് ഒരു മാസം പിന്നിടുമ്പോൾ നിങ്ങളെ സമയത്തോളം ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഭൂരിഭാഗം കുട്ടികളുടെയും ഉത്തരം മാത്സ് എന്നുള്ളതായിരുന്നു. ഇനി വരാൻ പോകുന്ന ഓണപരീക്ഷ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം, മിക്ക കുട്ടികളുടെയും മാർക്ക് ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെയും മാത്സിലായിരിക്കും. എന്തുകൊണ്ടാണ് ഈ ഒരു പറയപ്പെടുന്ന ഹൈസ്കൂൾ ക്ലാസ്സിന്റെ ബിഗിനിങ് തന്നെ ആയിട്ടുള്ള 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് കുട്ടികൾക്ക് മാത്സ് ഇത്ര ഡിഫിക്കൽട്ട് ആകുന്നത്? അത്ര ഹെവി സിലബസ് വരുന്നത് കൊണ്ടാണോ, പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ, മടി കൊണ്ടാണോ? അല്ല, നമുക്ക് പറയാൻ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. 1 by 1 നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഷിഫ്റ്റ് ആണ്. 7ാം ക്ലാസ് വരെ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത് എങ്കിൽ 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി വേരിയബിൾസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ഡിഫിക്കൽട്ടിയിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യും. ആ ഡിഫിക്കൽട്ടിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. പലപ്പോഴും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റാറില്ല, അത് ആക്സെപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റാറില്ല. ദെൻ വീക്ക് ഫൗണ്ടേഷൻ. 7ാം ക്ലാസ് വരെ പഠിച്ച പല കാര്യങ്ങളും നമുക്ക് തുടർന്ന് പഠിക്കാൻ 8ാം ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുണ്ട് അല്ലെ. ഡെസിമൽസ് ആയിട്ടും ഫ്രാക്ഷൻ ആയിട്ടും ഈ പറയുന്ന പോലെ അഡീഷൻ ആയിട്ടും സബ്ട്രാക്ഷൻ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാതിരിക്കുന്നതും 8ാം ക്ലാസ്സിലെ മാത്സ് ഡിഫിക്കൽട്ടായി ഫീൽ ചെയ്യാനുള്ള രണ്ടാമത്തെ ഒരു റീസൺ ആണ്. മെമ്മറൈസിങ് ഇൻസ്റ്റെഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇത് മാത്സിന്റെ കേസിൽ പല കുട്ടികളും ഇപ്പോഴും വരുത്തുന്ന അബദ്ധമാണ്. മാത്സ് കൃത്യമായി പഠിച്ച് ചെയ്യേണ്ട വിഷയം എന്നതിലപ്പുറം കുട്ടികൾ ഇപ്പോഴും അതിനെ കാണാണ്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തു തുടങ്ങുമ്പോൾ അവിടെ മുതൽ മാത്സ് എന്തായാലും ഡിഫിക്കൽട്ടായിട്ട് മാറും. നാലാമത്തതാണ് ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. ചില കുട്ടികളൊക്കെ 2 or 3 ചോദ്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് തന്നെ അത് തെറ്റിപ്പോയാൽ ഞാൻ മാത്സിൽ വീക്കാണെന്നോ അല്ലെങ്കിൽ മാത്സ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി അവരവരുടെ മൈൻഡിനെ ഫീഡ് ചെയ്ത് വെക്കും. അങ്ങനത്തെ സ്വന്തം ഒരു കുട്ടി ചിന്തിക്കുകയാണ് ഞാൻ മാത്സ് പഠിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചാൽ ആ കുട്ടിയുടെ മൈൻഡിൽ എപ്പോഴും അത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ എത്ര അടിപൊളിയായിട്ട് പറഞ്ഞാലും ചിലപ്പോൾ ആ കുട്ടിക്ക് അത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്ക്, തെറ്റുന്നതിനെ പേടിക്കുക എന്നുള്ളത്. ആക്ച്വലി എന്ത് ചെയ്താൽ മതി, തെറ്റുന്തോറും കൂടുതൽ ചെയ്ത് ശരിയിലേക്ക് എത്തിയാൽ മതി, പിന്നെ അങ്ങ് ശരിയായി പോകും എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. ഓക്കെ. ആൻഡ് ലാക്ക് ഓഫ് പ്രാക്ടീസ്. നമുക്കറിയാലോ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു 3 പ്രോബ്ലം മാത്രം പഠിച്ചു പോയതുകൊണ്ട് നമുക്കൊരു പക്ഷേ എക്സാമിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ആ പഠിച്ചെടുത്ത കോൺസെപ്റ്റിനെയും ആ ചോദ്യത്തിന്റെ രീതിയെയും ബേസ് ചെയ്തുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യാറില്ല, കൃത്യമായിട്ട് വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം പഠിച്ചു പോകുക എന്നുള്ളതിനപ്പുറം കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാറില്ല. അടുത്ത സാധനമാണ് എക്സാം പ്രഷർ എന്ന് പറയുന്നത്. കാരണം ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ എഴുതാൻ പോകുന്ന ഒരു എക്സാം ആയിരിക്കും ക്വാർട്ടർലി എക്സാം പോലുള്ള എക്സാമുകൾ. അപ്പോൾ അക്കാദമിക് ഇയറിൽ കേട്ടോ, ഒരു അക്കാദമിക് ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരു എക്സാം എന്തായാലും ഓണ പരീക്ഷയായിരിക്കും, വലിയൊരു പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്സാമിനെ നേരിടാനുള്ള പ്രഷർ സംഭവിക്കും. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുമായിരിക്കും. എങ്ങനെ ഇതിനെ നമ്മൾ ഓവർകം ചെയ്യും? നമുക്ക് നമ്മളുടെ ഫൗണ്ടേഷൻ എന്ത് ചെയ്യണം, സ്ട്രോങ് ആക്കി മാറ്റണം. നമ്മൾ ബേസിക്കലി പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് മാത്സ് ബേസിക്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. നമ്മൾ ആരെ സെറ്റ് ചെയ്യണം, ബേസിക്സ് കൃത്യമായിട്ട് പഠിച്ചെടുക്കണം. ദെൻ അടുത്തതായിട്ട് ഈ മെമ്മറൈസിങ് ഇൻസ്റ്റെഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ആ മിസ്റ്റേക്കിനെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിക്കണം. വിച്ച് മീൻസ് ആ ചാപ്റ്ററിന്റെ കോൺസെപ്റ്റുകൾ എന്താ എന്നുള്ളതിന്റെ ഐഡിയ നമുക്ക് വേണം. ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്ക് ആൻഡ് ലാക്ക് ഓഫ് പ്രാക്ടീസ്, അത് മാറണം എന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് അഡീഷണൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യണം. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴാണ് തെറ്റുന്നതിനെ പേടിയില്ലാതാവുന്നതും ഈ പറയുന്ന പോലെ തെറ്റാനുള്ള സാധ്യതകൾ കുറയുന്നതും. അതുപോലെ തന്നെ എക്സാം പ്രഷർ ഒഴിവാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് എക്സാം എഴുതി ആ പേടിയില്ലാണ്ടാവണം. അതിന് നമ്മൾ മോഡൽ എക്സാമുകൾ എഴുതണം. അപ്പോൾ സാറേ ഇതിനൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എങ്ങനെയാണ് ഇതിലേക്ക് ഞങ്ങൾ എത്തുക? ബേസിക്സ് ഒക്കെ സെറ്റാക്കി കോൺസെപ്റ്റ് ഒക്കെ പഠിച്ച് അഡീഷണൽ പ്രോബ്ലം ഒക്കെ പഠിച്ച് മോഡൽ എക്സാം ഒക്കെ ചെയ്ത് ഏത് രീതിയിൽ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ ആയിരിക്കും നമ്മളുടെ എജുപോർട്ടിന്റെ ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. നമ്മളുടെ ക്ലാസ്സുകൾ പോകുന്നത് തന്നെ ഈ രീതിയിലായിരിക്കും. ബേസിക്സിൽ നിന്നും തുടങ്ങിയിട്ട് കോൺസെപ്റ്റുകളൊക്കെ പഠിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ളതിന് പുറമെ അഡീഷണൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ട് മോഡൽ എക്സാം ഒക്കെ എഴുതിയിട്ട് നിങ്ങളെ എല്ലാ രീതിയിലും ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രോബ്ലംസിനെയും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളുടെ ക്ലാസ്സുകൾ മൊത്തം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അത് മാത്സിന്റെ കേസിൽ മാത്രമല്ല, എല്ലാ സബ്ജക്റ്റുകൾക്കും ആ രീതിയിലായിരിക്കും. മാത്സ് എടുത്തു പറയാനുള്ള കാരണം ഭൂരിഭാഗം
ഭൂരിഭാഗം കുട്ടികൾക്കും ആ നേരിടുന്ന ആ ഒരു ഡിഫിക്കൽട്ടി ഷിഫ്റ്റിനെ നമ്മൾ സോൾവ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ എജുപോർട്ടിന്റെ ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ച് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും 3799 ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവൈൽ ചെയ്തെടുക്കാം. ഓക്കെ, മാത്സ് മാത്രമല്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഓരോ സബ്ജക്റ്റിൻ്റെയും ഈ പറഞ്ഞ റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ചാപ്റ്റർ വൈസ് നോട്ടുകളും മോഡൽ എക്സാമുകളും അതുപോലെ തന്നെ MCQ എക്സാമുകളിലൂടെയും എല്ലാ വഴിക്കും നിങ്ങളെ ഏത് രീതിയിൽ ഏറ്റവും ബെറ്റർ ആക്കി എടുക്കാനുള്ള മാക്സിമം അവൈലബിൾ പരിപാടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇനിയും നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തോളാം, ജോയിൻ ചെയ്തോളാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും, പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം.